അല്ല റഷീദ് കാ എന്തത് ഒരു പൈനാപ്പിളിന് ഒരു 100 പൈനാപ്പിൾ കയറിയതാ. ഇതാണ് മെഡൂസ പൈനാപ്പിൾ. ഇതൊക്കെ നമ്മളെ അടുത്ത് വന്നിട്ട് ഏകദേശം ഒരു 4-5 കൊല്ലായിട്ടുണ്ട്. ഇല്ല ആയിട്ടില്ല. ഇതൊക്കെ ഇത്ര സൈസ് ആയിട്ട് ഓരോന്നും വരും. ഇതണ്ടോ പൈനാപ്പിൾ ആയി വരുന്നതാ. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതിന്റെ ഉള്ളിലുള്ളതുണ്ടല്ലോ അത് ഒന്ന് ഫുള്ളായിട്ട് നമ്മളെ പൈനാപ്പിള് സാധാ പൈനാപ്പിൾ പോലെ അകത്തൊന്നും ഉണ്ടാവും ചെയ്യും. ഇതാണ് കുന്താണി പൈനാപ്പിൾ. അതായത് നമ്മൾ ആദിവാസികൾ കണ്ടുപിടിച്ചൊരു സാധനമാണ്. ഇതിന് മക്കളെ പോയിട്ട് എന്നൊരു പേരുണ്ട്. ഇതുണ്ട് സൈഡിൽ നിന്ന് 4-5 പൊട്ടും. മറ്റേത് ഇവിടെ നിന്നുള്ള പൊട്ടുന്നു. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു സാധനം ഇതിപ്പോ ഏകദേശം ഒരു 1.5 അടി ഉണ്ടാവില്ല. ഇത് ഒരു 1.5 അടി വരെ നീളം വരും ഈ പൈനാപ്പിൾ. അത് നമുക്ക് ഫുൾ ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ എടുക്കാം. കുന്താണി. അതെ ഇതിന്റെ തൈകളുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതൊരു റെഡ് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും തൈ ആയി വരുന്നുള്ളൂ. ഇതിന്റെ തണ്ട് കണ്ടോ? ഇത് പൈനാപ്പിൾ തന്നെ റെഡ് കളറിലാണ് വരിക. ഇതിന്റെ ഫോട്ടോ വേണം ഞാൻ കാണിച്ചു തരാം. ഇത് വെരിഗേറ്റഡ് പൈനാപ്പിൾ. വെരിഗേറ്റിൽ തന്നെ എൻ്റെ അടുത്ത് 3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഭയങ്കര ഓർണമെന്റാണ്, ഭയങ്കര ഭംഗിയുള്ള ഒരു പൈനാപ്പിളാണ്. എവിടെ വെക്കാനും പൈനാപ്പിളാണ്, ഒറിജിനൽ പൈനാപ്പിളാണ്, കഴിക്കാൻ പറ്റുന്ന നല്ല പൈനാപ്പിളാണ്. ഇല്ല ഇപ്പൊ വിളിക്കണം. ഇത് ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊടുക്കുന്ന തൈകളാണ്. അതിപ്പോ സെറ്റായി വരും. ഒരു 3 ഉണ്ട് ഇതേപോലെ. അതൊന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ പൊട്ടി വരട്ടെ, അപ്പൊ നമുക്ക് സെയിൽ തുടങ്ങാം. ഇതാണ് നമ്മളെ ജയന്റ് പൈനാപ്പിൾ. മുള്ളില്ല പൈനാപ്പിൾ എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ തടിമ മുള്ളുണ്ടാവില്ല. ഇത് ഏകദേശം ഒരു 5 കിലോ 6 കിലോ വരലുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ 4 കിലോന്റെ പഴം കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ തൈകൾ നമ്മൾ റെഡി ആക്കിക്കൊണ്ട് ഇപ്പൊ ചോദിക്കരുത് ആരും. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ നമ്മള് തൈകൾ റെഡി ആക്കി. അതെ അതെ അതെ. മുള്ളില്ല, ജ്യൂസിയാണ്. കട്ട് ചെയ്താലും നല്ല ജ്യൂസി ഇതിലാണ് വരുന്നത്.